ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ഫ്ലവർ വർക്ക് വരുന്ന ഗ്രേ ഷെയ്ഡിലുള്ള ഈ ഒരു ഡിസൈനർ കുർത്തിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽസിൽ ഇത് ഗ്രേ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇതാണെങ്കിൽ ഗ്രേ ഷെയ്ഡിൽ തന്നെയുള്ള കട്ട് ബീഡാണ്. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഗ്രേയുടെ തന്നെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതാണെങ്കിൽ റെയിൻബോ കട്ട് ബീഡാണ്. അതുപോലെ തന്നെ നമുക്ക് ത്രെഡ് വേണം. ത്രെഡ് ഞാനിവിടെ എടുത്തേക്കുന്നത് ആങ്കർ ത്രെഡാണ്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0235. ഇതാണ് ഇതിൻ്റെ നമ്പർ. ആദ്യം നമ്മൾ സ്റ്റെമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഗ്രേ ഷെയ്ഡിലുള്ള കട്ട് ബീഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും, ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് ഇപ്പോൾ ബീഡ് വെച്ച് കൊടുത്തത്. ഇനി കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിൽ എടുക്കുവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആകത്തില്ലായിരിക്കും, കാരണം ഗ്രേ ഷെയ്ഡ് ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പക്ഷേ ഫുൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെയിൻബോ കട്ട് ബീഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 റെയിൻബോ കട്ട് ബീഡ് നീഡിലേക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ നേരെ വെച്ചിട്ട് നീഡിൽ താഴ്ത്തി എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തെ വശത്ത് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് വീണ്ടും നീഡിലെടുത്തു. എന്നിട്ട് 3 കട്ട് ബീഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ 2 ലൈൻസ് ഉണ്ട്. അതിൽ ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ വേണം ചെയ്തു പോകാനായിട്ട്. ഇത് മനസ്സിലാക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ഞാൻ നീഡിൽ സർക്കിളിൻ്റെ നടുക്ക് നിന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു 2-3 സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നീഡിൽ വീണ്ടും ഇതുപോലെ എടുത്തു. ഇനി ആ നീഡിലേക്ക് ഒരു 8 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. 8 ഷുഗർ ബീഡ് എടുത്തിട്ട് സർക്കിളിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഞാൻ നീഡിൽ താഴ്ത്തി എടുക്കുകയാണ്. അപ്പോൾ അതൊരു ചെറിയ ലൂപ്പ് പോലെയാണ് വരുന്നത്. ഫ്ലാറ്റായിട്ടല്ല വരുന്നത് കേട്ടോ, കുറച്ചിങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ അതങ്ങനെയാണ് വരേണ്ടത്. ഇനി നമ്മൾ നീഡിൽ വീണ്ടും അവിടെ നിന്ന് തന്നെ എടുത്ത ശേഷം ആ ബീഡിൻ്റെ എല്ലാം ഉള്ളിലൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ വരാനും ഈ ബീഡ്സ് ഒന്ന് ലൂസായി പോകാതിരിക്കാനുമാണ് വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ എല്ലാം നീഡിൽ കടത്തി ഒന്നും കൂടെ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നത്. ഇനി നീഡിലെടുക്കേണ്ടത് ആ ലൂപ്പിൻ്റെ നടുക്ക് നിന്നാണ്. എന്നിട്ട് ബീഡ്സ് എടുത്ത ശേഷം വളച്ച് ആ ഒരു ചെറിയ റൗണ്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ബുള്ളിയൻ റോസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ബീഡ്സ് വെച്ചിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ.
ഇനി ബീഡ്സ് ഒട്ടും തന്നെ ലൂസായി പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ത്രെഡ് എടുത്തിട്ടുണ്ട്, 6 strands ആണ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടാണ് കേട്ടോ, ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക, എന്നിട്ട് 2 തവണ ചുറ്റിയിട്ട് റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ റിംഗ് നോട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നീഡിലേക്ക് ഒന്നിച്ച് 3 ഷുഗർ ബീഡ് എടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ബീഡ് ഉണ്ടല്ലോ, ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുക. കടത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ത്രെഡ് വലിച്ചു കഴിയുമ്പം അതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആവും. ഇതുകൊണ്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമ്മളിവിടെ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.